Module number 1.10.01. Topic name Stress Management. ഹലോ സുഹൃത്തുക്കളെ, ഈ മോഡ്യൂളിൽ നാം സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചും പഠിക്കുകയാണ്. മോഡ്യൂളിൻ്റെ അവസാനം നമുക്ക് അറിയാം. 1. സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സമ്മർദ്ദ മാനേജ്മെൻറ്റ് എന്നതിൻ്റെ വ്യാഖ്യാനമാണിത്. 2. സ്ട്രെസ്സിൻ്റെ തരങ്ങൾ. 3. സ്ട്രെസ് നിയന്ത്രിക്കുന്ന രീതികൾ. 4. ടൈം മാനേജ്മെൻറ്റ് എന്നതിൻ്റെ വ്യാഖ്യാനം. 5. വർക്ക് പ്ലേസ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ആദ്യം സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കണം. സ്ട്രെസ് സാധാരണയായി ഒരാളുടെ മാനസികവും ശാരീരികവും ആയ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് ആശയം എന്ന നിലയിൽ വിവക്ഷിക്കുന്നു. സ്ട്രെസ് ജോലിസ്ഥലത്ത് നെഗറ്റീവ് സ്വാധീനം സൃഷ്ടിക്കുകയും തൊഴിലാളികളുടെ ശാരീരികവും മാനസികവുമായ പ്രതികരണത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ജോലിസ്ഥലം സ്ട്രെസ് രഹിതമായി നിലനിർത്തുവാൻ ശ്രമങ്ങൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ആധുനിക കാലത്ത് എങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് പഠിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിനെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് ജോലിസ്ഥലത്ത് സ്ട്രെസ് നിയന്ത്രിക്കുന്ന രീതികളെക്കുറിച്ച് അറിവ് എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യമാണ്. ജോലി ആവശ്യകതകളും തൊഴിലാളികളുടെ ശേഷികൾ, സ്രോതസ്സുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്നിവയുടെ ഇടയിലൊരു നല്ല പൂർണ്ണവും കൃത്യവുമായ പൊരുത്തം ഇല്ലാത്തപ്പോഴുണ്ടാകുന്നതായ ദോഷകരമായ ശാരീരികവും മാനസികവുമായ പ്രതികരണമാണ്. ജോലിസ്ഥലത്തുള്ള സ്ട്രെസ്സിൻ്റെ ഘടകങ്ങൾ. 1. നെഗറ്റീവ് ജോലിഭാരം. 2. ഒറ്റപ്പെടൽ. 3. വിപുലമായ ജോലി സമയം. 4. വിഷലിപ്തമായ തൊഴിൽ അന്തരീക്ഷം. 5. സ്വയം ഭരണത്തിൻ്റെ അഭാവം. 6. സഹപ്രവർത്തകർക്കിടയിൽ ബുദ്ധിമുട്ടുള്ള ബന്ധം. ജോലിസ്ഥലത്ത് വിവിധ തരത്തിലുള്ള സ്ട്രെസ് കാണപ്പെടുന്നു. 1. ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പോലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അസംതൃപ്തി, ക്ഷീണം അല്ലെങ്കിൽ ടെൻഷൻ പോലുള്ള വൈകാരിക സമ്മർദ്ദം. സ്ട്രെസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? സംഘടനാത്മകത മാറ്റവും സ്ട്രെസ് മാനേജ്മെൻറ്റും ചേർന്നത് പലപ്പോഴും ജോലിസ്ഥലത്ത് സ്ട്രെസ് പരിശോധിക്കുന്നതിന് പ്രതിരോധിക്കുന്നതിന് ഏറ്റവും പ്രയോജനകരമായ സമീപനമാണ്. എന്നിരുന്നാലും എല്ലാ സ്ട്രെസ്സും ദോഷകരമല്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. സ്ട്രെസ് 1. മാറ്റം തുടങ്ങുന്നു. 2. നമ്മെ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുവാനും സഹായിക്കുന്നു. 3. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവൻ രക്ഷിപ്പാൻ പോലും സ്ട്രെസ് നമ്മെ സഹായിക്കുന്നു. മുകളിൽ പറയുന്ന 3 കാര്യങ്ങളിൽ നെഗറ്റീവ് ഫലങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് പലപ്പോഴും. സുഹൃത്തുക്കളെ, ജോലിസ്ഥലത്ത് സ്ട്രെസ് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. 1. ആദ്യം സ്ട്രെസ് സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയണം. തുടർന്ന് ഓരോന്നിനും തക്കതായ ഇടത്ത് വയ്ക്കേണ്ട രീതിയിൽ വയ്ക്കണം. 2. ഒരു പോസിറ്റീവ് മനോഭാവം നിലനിർത്തുന്നതിന് സ്ട്രെസ് മാനേജ്മെൻറ്റ് സഹായിക്കും. അതുപോലെ സന്തുഷ്ടവും ആരോഗ്യവുമുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. 3. ഒരു ആഴമുള്ള ശ്വാസം എടുക്കുക. 1 നിന്ന് 10 വരെ എണ്ണുക. നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ ഒഴുകുവാൻ അനുവദിക്കുക. ഇത് നിങ്ങളെ ഉടൻ ശാന്തമാക്കും. 4. നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഭവങ്ങൾ ഉള്ളതായി അംഗീകരിക്കുക. 5.
അഗ്രസീവ് ആകുന്നതിന് പകരം അസേർട്ടീവ് ആകുക. നിങ്ങൾക്ക് വികാരങ്ങൾ, അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ചൊടിച്ചു നിൽക്കാതിരിക്കുക. പ്രതിരോധാത്മകത അല്ലെങ്കിൽ നിർബന്ധതയോടെ നിങ്ങൾ പ്രവർത്തിക്കാതെ ഇരിക്കുക. 6. യോഗ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള ആശ്വാസക സംവിധാനങ്ങൾ പഠിക്കുക, അത് പ്രയോഗിക്കുക. 7. സ്ഥിരമായി നിങ്ങൾ വ്യായാമം ചെയ്യണം. നിങ്ങളുടെ ശരീരം ഫിറ്റാകുമ്പോൾ സ്ട്രെസ്സ് നിയന്ത്രിക്കുവാൻ കഴിയും. 8. ആരോഗ്യകരമായി നന്നായി ബാലൻസ്ഡ് ഫുഡ് നിങ്ങൾ കഴിക്കേണ്ടതാണ്. 9. നിങ്ങളുടെ സമയം കൂടുതൽ ഫലപ്രദമായി മാനേജ് ചെയ്യുവാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. 10. നിങ്ങളുടെ സ്വന്തം ഹോബികളും താല്പര്യങ്ങളും അത് ചെയ്യേണ്ടതായ സമയം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. 11. മതിയായ വിശ്രമവും ഉറക്കവും നിങ്ങൾ നേടേണ്ടതാണ്. അതിനാൽ സുഹൃത്തുക്കളെ, സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുടെ അവസാനം എത്തുകയാണ്. നാം ഇവിടെ പഠിച്ചത് ഒരു സംക്ഷിപ്ത റീക്യാപ്പ് അതിൻ്റെ എടുത്തു നോക്കാം. 1. സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ വ്യാഖ്യാനം. 2. സ്ട്രെസ്സിൻ്റെ വ്യത്യസ്തമായ തരങ്ങൾ. 3. സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നതായ രീതികൾ. ഇപ്പോൾ നാം ടൈം മാനേജ്മെൻറ്റിൻ്റെ ഗതിശാസ്ത്രം മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പോലെ തന്നെ ടൈം മാനേജ്മെൻറ്റിനും ജോലിസ്ഥലത്ത് വളരെ പ്രാധാന്യമുണ്ട്. സമയം ശരിയായി മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു തൊഴിലാളിക്ക് ലക്ഷ്യങ്ങളും ഡെഡ് ലൈനുകളും കൈവരിക്കുവാൻ കഴിയുകയില്ല. ടൈം മാനേജ്മെൻറ്റ് എന്താണ്? ടൈം മാനേജ്മെൻറ്റ് എന്നത് പ്രത്യേക പ്രവർത്തനങ്ങളിൽ ചിലവഴിക്കുന്ന സമയത്തിൻ്റെ അളവിൻ്റെ മേൽ ഉദ്ദേശ്യബോധമുള്ള നിയന്ത്രണം പ്രയോഗിക്കുന്നതായ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ചും പ്രഭാവം, കാര്യക്ഷമത അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ. ടൈം മാനേജ്മെൻറ്റിൻ്റെ വ്യാഖ്യാനം. ടൈം മാനേജ്മെൻറ്റ് മത്സരരായ ആവശ്യങ്ങൾക്കിടയിൽ സമയവിതരണത്തിനും വിനിയോഗത്തിനും സിസ്റ്റമാറ്റിക് പ്രയോറിറ്റി ബേസ്ഡ് സ്ട്രക്ചറിംഗ് എന്നതാണ് നിർവചിക്കുന്നത്. സമയം സംഗ്രഹിക്കുവാൻ കഴിയില്ല. അതിൻ്റെ ലഭ്യത 24 മണിക്കൂർ പരിമിതിക്കുള്ളിൽ മാത്രമേ ഉയർത്തുവാനോ കുറയ്ക്കുവാനോ കഴിയൂ എന്നതിനാൽ ടൈം ബഡ്ജറ്റിംഗ് എന്ന പദം കൂടുതൽ അനുയോജ്യമാണെന്ന് അറിയാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഘടകങ്ങളെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1. സമയം മാനേജ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നതായ രീതികൾ, ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ. 2. പ്ലാനിംഗ്, സമയം വകയിരുത്തൽ, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ, പ്രതിനിധാനം, ചെലവായ സമയത്തിൻ്റെ വിശകലനം, മോണിറ്ററിംഗ്, ഓർഗനൈസിംഗ്, ഷെഡ്യൂളിംഗ്, പ്രാധാന്യം നൽകൽ. സുഹൃത്തുക്കളെ, ജോലിസ്ഥലത്ത് പ്രത്യേകിച്ച് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ പരിശോധിക്കാം. ആദ്യം പ്രയോജനം. 1. സമയം മാനേജ് ചെയ്യുന്നത് എന്നത് സ്ട്രെസ് നിലവാരം നേരിട്ട് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. 2. പ്രൊഡക്ടിവിറ്റി, കുറച്ചു സമയത്തിൽ കൂടുതൽ പ്രവർത്തനം. 3. ഓർഗനൈസ് പ്ലാനിനെക്കുറിച്ച് റീവർക്കുകളും പിശകുകളും ഉണ്ടാകുന്നു. 4. കൂടുതൽ സമയം സൃഷ്ടിക്കാനാവില്ല, പക്ഷേ നമുക്ക് അതിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയും. 5. ടൈം മാനേജ്മെൻറ്റ് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ടൈം മാനേജ്മെൻറ്റിൻ്റെ കുറിച്ചുള്ളതായ ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായൊരു റീക്യാപ്പ് എടുത്ത് നോക്കാം. നാം എന്താണ് പഠിച്ചത്? 1. ടൈം മാനേജ്മെൻറ്റിൻ്റെ വ്യാഖ്യാനം. 2. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഘടകങ്ങൾ. 3. ജോലിസ്ഥലത്ത് പ്രത്യേകിച്ച് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രയോജനം.